ആഗോളതലത്തിൽ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായി നിപ്പ വൈറസ് മാറിക്കഴിഞ്ഞു. കോവിഡ്-19 മഹാമാരിക്ക് ശേഷം ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വൈറസുകളിൽ ഒന്നാണിത്. ഉയർന്ന മരണനിരക്കും കൃത്യമായ മരുന്നുകളുടെയും അഭാവവുമാണ് നിപ്പയെ ഇത്രയധികം അപകടകാരിയാക്കുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഈ വൈറസ് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നത് വലിയ ആശങ്കകൾക്കാണ് വഴി തുറക്കുന്നത്. നിപ്പ ഒരു സൂനോട്ടിക് വൈറസ് ആണ്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗം. 1998 മലേഷ്യയിലെ കാംപുങ് സുങ്ങായി നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. പന്നി വളർത്തൽ കേന്ദ്രങ്ങളിലെ തൊഴിലാളികളിലാണ് അന്ന് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. അതിനാൽ തന്നെ ആ സ്ഥലത്തിന്റെ പേരിൽ നിന്നാണ് വൈറസിന് നിപ്പ എന്ന പേര് ലഭിച്ചത്. ഹെനിപ്പ വൈറസ് കുടുംബത്തിൽപ്പെട്ടതാണ് ഈ മാരക വൈറസ്. വൈറസിന്റെ സ്രോതസ് പ്രകൃതിദത്തമായി ടെറോപ്പസ് വർഗത്തിൽപ്പെട്ട ഫ്രൂട്ട് വവ്വാലുകളിലാണ് ഈ വൈറസ് കണ്ടുവരുന്നത്. വവ്വാലുകളിൽ ഈ വൈറസ് രോഗം ഉണ്ടാക്കുന്നില്ലെങ്കിലും അവയിൽ നിന്നും മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും പടരുമ്പോൾ അത് മാരകമായി മാറുന്നു. നിപ്പ വൈറസ് പ്രധാനമായും 3 രീതികളിലൂടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. നേരിട്ടുള്ള സമ്പർക്കം മൂലവും, വവ്വാലുകളുടെ മൂത്രം, ഉമിനീർ, മലിനജലം എന്നിവയുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നത് വഴി വൈറസ് ബാധിക്കാം. അതോടൊപ്പം വവ്വാലുകൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കുന്നത് വഴിയോ വവ്വാലുകൾ വസിക്കുന്ന ഈന്തപ്പനകളിൽ നിന്നും മറ്റും എടുക്കുന്ന നീരുകൾ ശുദ്ധീകരിക്കാതെ കുടിക്കുന്നത് വഴിയോ വൈറസ് ശരീരത്തിലെത്തുന്നുണ്ട്. രോഗബാധയുള്ള ഒരാളുടെ ശാരീരിക സ്രവങ്ങളുമായി സമ്പർക്കമുണ്ടായാൽ അടുത്ത ആൾക്കും രോഗം വരാം. ആശുപത്രികളിൽ വെച്ചോ രോഗിയെ പരിചരിക്കുമ്പോഴോ ആണ് ഇത്തരം വ്യാപനം കൂടുതൽ നടക്കുന്നത്. നിപ്പ വൈറസ് ബാധയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ സാധാരണ പനിയുടേതിന് സമാനമാണ് എന്നതാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 4 മുതൽ 14 ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. കടുത്ത പനി, പേശീവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും അതോടൊപ്പം ശ്വാസതടസ്സം, കടുത്ത ന്യൂമോണിയ, നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും കാണാം. രോഗം മൂർച്ഛിക്കുന്നതോടെ തലച്ചോറിൽ വീക്കമുണ്ടാവുകയും ഇതുവഴി തലകറക്കം, ബോധക്ഷയം, സ്ഥലകാലബോധം നഷ്ടപ്പെടുക എന്നിവ സംഭവിക്കുന്നുണ്ട്. ലക്ഷണങ്ങൾക്കടുത്ത് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രോഗി കോമയിലാവാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 2001 പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലായിരുന്നു. എന്നാൽ 2018 കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ നിപ്പ വ്യാപനമാണ് രാജ്യത്തെ ഞെട്ടിച്ചത്. അന്ന് 18 പേരോളം മരണപ്പെടുകയും നിരവധി പേർ നിരീക്ഷണത്തിലാവുകയും ചെയ്തു. തുടർന്ന് 2019, 2021, 2023 വർഷങ്ങളിലും കേരളത്തിൽ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും മൂലം വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ തകരുകയും അവ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുന്നുണ്ട്. നിലവിൽ നിപ്പ വൈറസിനെതിരെ പോരാടാൻ കൃത്യമായ ആന്റിവൈറസ് മരുന്നുകളോ വാക്സിനുകളോ ലഭ്യമല്ല. രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും രോഗിയെ നിരീക്ഷണത്തിൽ താമസിപ്പിക്കുകയുമാണ് നിലവിലെ രീതി. നിലത്ത് വീണ പഴങ്ങളോ വവ്വാലുകൾ കടിച്ചിട്ടതോ ആയ പഴങ്ങൾ ഒരിക്കലും കഴിക്കരുത് എന്നതാണ് ഇതിലെ പ്രതിരോധ മാർഗം. പഴങ്ങൾ തൊലി കളഞ്ഞും നന്നായി കഴുകിയും മാത്രം ഉപയോഗിക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക. രോഗികളെ പരിചരിക്കുമ്പോൾ PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ് എന്നിവ നിർബന്ധമായും ധരിക്കുക. വവ്വാലുകൾ വസിക്കുന്ന കിണറുകളോ മരങ്ങളോ വൃത്തിയാക്കുമ്പോൾ വലിയ ജാഗ്രത പാലിക്കുക. കിണറുകൾ വവ്വാലുകൾ ഇറങ്ങാത്ത വിധം വലയിട്ട് മൂടുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കി ഐസൊലേഷനിൽ പോവുകയും ചെയ്യുക. ലോകാരോഗ്യ സംഘടന നിപ്പ വൈറസിനെ ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ട രോഗങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുമുണ്ട്. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി ഇതിന്റെ ഉയർന്ന മരണനിരക്കാണ്. രണ്ടാമതായി വൈറസിന് സംഭവിക്കാവുന്ന ജനിതക വ്യതിയാനമാണ്. വൈറസ് കൂടുതൽ വേഗത്തിൽ മനുഷ്യരിലേക്ക് പടരാൻ ശേഷി നേടുകയാണെങ്കിൽ അത് മറ്റൊരു മഹാമാരിയായി മാറാൻ സാധ്യതയുണ്ട്. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വവ്വാലുകളെ മനുഷ്യരുമായി കൂടുതൽ സമ്പർക്കത്തിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ഇത് സ്പിൽ ഓവർ എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി സംരക്ഷണവും ജന്തുജാലങ്ങളുമായുള്ള സമ്പർക്കത്തിൽ പുലർത്തുന്ന ജാഗ്രതയും അനിവാര്യമാണ്. നിലവിൽ ഭയപ്പെടുകയല്ല, ജാഗ്രത പാലിക്കുകയാണ് നിപ്പയെ നേരിടാനുള്ള ഏക വഴി. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും കൃത്യമായ മുൻകരുതലുകളും വഴി കേരളം ഇതിനോടകം തന്നെ നിപ്പയെ പലതവണ പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ വൈറസിന്റെ സ്വഭാവം മാറുമ്പോൾ നാം കൂടുതൽ ജാഗരൂകരാകണം. ശാസ്ത്രീയമായ അറിവുകൾ പകരുകയും വ്യാജ വാർത്തകളെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്.